ഹലോ, എല്ലാവർക്കും അമ്മയുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അമ്മ പരിചയപ്പെടുത്തുന്നത് ഒരു പ്ലാന്റിനെയാണ്. എന്നുവെച്ചാൽ ഈ ഫ്ലവർ കണ്ടില്ലേ, ഇതിന് കലാഞ്ചോ പ്ലാന്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പരിപാലനം എങ്ങനെയാണെന്നും അമ്മയ്ക്ക് എങ്ങനെയായി ചെടി കിട്ടിയെന്നും ഒക്കെയാണ് അമ്മ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ചെടി കണ്ടില്ലേ, ചെറിയ പൂവോടുകൂടി റെഡ് കളർ ചെടിയാണ് അമ്മയുടെ കൈവശമുള്ളത്. ഇത് പല കളറുകളുണ്ട്, യെല്ലോ കളറുണ്ട്, പിന്നെ ഏതൊക്കെ കളറുണ്ടെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അമ്മയ്ക്ക് കമൻ്റായിട്ട് അറിയിക്കണമേ. ഇപ്പം അമ്മയുടെ കൈവശം ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ, ഈ റെഡ് കളറ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ പൂവ് ഉണ്ടാകുന്നത്. കൂടുതലായിട്ടും ഡിസംബർ ജനുവരി മാസത്തിലാണ്. ഹലോ, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ കാണിക്കാൻ പോകുന്നത് കലാഞ്ചോ പ്ലാന്റിംഗ് ആണ്. അമ്മയുടെ ഈ ചെടി ഇപ്പം നല്ല പൂക്കളായിട്ട് വന്നിട്ടുണ്ട്. അമ്മ വിചാരിച്ചു എന്നാൽ ഇന്നൊരു കുക്കറി ഷോ വേണ്ട, ഒരു ചെടിയെക്കുറിച്ച് കാണിക്കാമെന്ന്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായി. ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ വർഷത്തിലും ഒരു വട്ടം മാത്രമേ ഇത് പൂ കാണത്തുള്ളൂ. കൂടുതലും വിന്റർ സീസണിലാണ്. ഒരു ഡിസംബർ ജനുവരി മാസത്തിൽ നല്ല പൂക്കൾ കാണും. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഇത് അമ്മയുടെ രണ്ടാമത്തെ വട്ടമാണ് ഈ ചെടി പൂക്കളാകുന്നത്. ആദ്യം അമ്മയ്ക്ക് ഒരു മൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 2 ചട്ടിയിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ ചെടി പരിപാലിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇതിന് അധികം സൺലൈറ്റ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഈ ചെടിക്ക് ഒരുപാട് വെള്ളവും ആവശ്യമില്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ 4-5 ദിവസം കൂടുമ്പോൾ ഒക്കെ ഒന്ന് ചട്ടി നനച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂട്ടി മാത്രം ഒഴിച്ചു കൊടുക്കാവൂ. ഇതിൻ്റെ ഇലയിലും പൂവിലോട്ടും ഒന്നും ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അമ്മയുടെ കയ്യിൽ ഈ ഒരു റെഡ് കളർ മാത്രമേ ഉള്ളൂ. ഇത് പല കളറുണ്ട്. ഒരു വയലറ്റ് കളറും യെല്ലോ കളറും ഒക്കെ അമ്മ കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ കൈവശം ഇല്ല. ഇനി അതൊക്കെ ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് വല്ലതും മേടിച്ച് അമ്മയ്ക്ക് അതും പ്ലാന്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ അമ്മ അത് കാണിക്കാം. അതുപോലെ തന്നെ ഇത് വേറെ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. ഈ ഒരു ചട്ടിയിലാണ് അമ്മയ്ക്ക് ഒരു ചെറിയ തണ്ട് കിട്ടി അമ്മ കൊണ്ട് നട്ടതാണ്. ഇപ്പം ആ ചട്ടി നിറച്ചുമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചട്ടിയിലോട്ട് അമ്മ അത് ആക്കിയിട്ടുണ്ട്. അതിലും നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഈ പൂവാണെങ്കിൽ ഒരുപാട് മാസങ്ങൾ നിൽക്കുകയും ചെയ്യും. കാണാനും നല്ല രസമാണ്. പിന്നെ അതുപോലെ തന്നെ അമ്മ എങ്ങനെയാണ് ഇത് നടുന്നതെന്നും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ പൂ കണ്ടു കഴിഞ്ഞാൽ മണിമുല്ല പൂവിൻ്റെ ഒരു സാദൃശ്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പൂവാണെങ്കിൽ ഇപ്പം ഒരു വാടാറൊക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പം വീണ്ടും അതിൻ്റെ ഇതൾ പൊട്ടി വീണ്ടും പുതിയ പൂക്കൾ വരും. ഇനി അതെങ്ങനെയാണ് നടുന്നതെന്ന് കാണിക്കട്ടെ. അതേ നമ്മളൊരു തൈ കണ്ടു. ഇപ്പം നമ്മൾ നടാൻ വേണ്ടി ഇങ്ങനൊരു തണ്ടാണ് എടുത്തേക്കുന്നത്. ഇതേ കണ്ടോ, വേരുണ്ട്. അത് നോക്കി അമ്മ എടുത്താണ്. പക്ഷെ ഇതേലും പൂ വന്നിട്ടുണ്ട്. പക്ഷെ പൂവിൻ്റെ ആ ഭാഗം നമുക്കിപ്പം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് നടാം. അപ്പം ഇങ്ങനൊരു ചട്ടിയാണ് അമ്മ എടുത്തേക്കുന്നത്. അത് മണലും ചാണകപ്പൊടിയും ചേർന്നതാണ്. നല്ല ഇളകിയ മണ്ണ് വേണം നമ്മൾ ഇത് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തിരി കട്ടിയായിട്ട് കിടക്കുന്ന മണൽ വേണ്ട. ഇപ്പം അമ്മ അതൊരു ചട്ടിയിൽ നട്ടു. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കാം. ഇതിന് മുമ്പായിട്ട് അമ്മ നട്ടതാണ് ഇത്. ഇപ്പോൾ ഒരു മാസം ആകുന്നു. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇതളുകൾ പൊട്ടി നല്ലതായിട്ട് പടർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അടുത്ത വർഷത്തേക്കിനൊക്കെ നമുക്ക് ഇതിൽ പൂക്കളായിട്ട് കിട്ടും. ഇതിൽ അമ്മ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മൂട്ടിൽ. ഇനി നമുക്കിതിങ്ങനെ അധികം സൂര്യപ്രകാശം ഇല്ലാത്തടത്ത് ഇത് വെക്കാം. എന്നിട്ട് ഇനിയും അമ്മ കാണിക്കാം ഇതെങ്ങനെ ഇതിലെ പൂക്കളൊക്കെ വരുന്ന സമയത്ത്. ഇനി അമ്മ ഒരു വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലൊരു പ്ലാന്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത ചെടിയുടെ വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.